എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സമയത്ത് ഇന്നലെ ഒരു ടോക്ക് ഷോ കണ്ടു. അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടായ ഏറ്റവും വലിയ ഒരു വാദം, ആണുങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, 90% സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അല്ലാത്തവരല്ല എന്നൊക്കെയുള്ള സംഭാഷണങ്ങളാണ് ഞാൻ അതിൽ കേട്ടത്. അപ്പം പ്രതികരിക്കുന്ന സ്ത്രീകൾ, അതായത് പിന്നുകുത്തണം, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ പ്രതികരിച്ച സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ 98 കാലഘട്ടത്തിലാണ് ഞാൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കാലം. ഞാൻ ട്രാഫിക് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ട്രാഫിക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പം തന്നെ 5 മണി വരെയാണ് ഡ്യൂട്ടി. എന്തായാലും 7 മണിക്ക് ശേഷമുള്ളൊരു ബസ്സാണ്, ബത്തേരിയിൽ നിന്നും അമ്പലവയലിലേക്ക് പോകുന്ന ബസ്സാണ്. ഞാനതിൽ കയറി. നല്ല റഷാണ്. ആ റഷ് സഹിക്കാൻ പറ്റാത്ത റഷും പിന്നെ ഈ നല്ല രീതിയിലുള്ള ഈ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. എന്നെ അതുപോലെ തന്നെ ഉരച്ച് കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ലേഡി സീറ്റ് ഒഴിവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ സീറ്റിലിരിക്കണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് സീറ്റിലിരിക്കുക എന്നുള്ളതിനെക്കാട്ട് ഉപരിയായിട്ട് ഈ വൃത്തികേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ലേഡി സീറ്റിലിരിക്കുന്ന ആൾക്കാർ അതിനെ പറ്റിയിട്ട് എതിർത്തു. ഞങ്ങൾ ആദ്യം കയറിയതാണെന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടക്ടറോട് പറഞ്ഞു, എനിക്ക് ഇരുന്നേ പറ്റൂ, ബസ് നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ബസ് നിർത്തി എന്നെ ഇരുത്തി. അതിൽ ഇഷ്ടം പോലെ പേര് എന്നെ തെറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാരണഭൂതനായ ഈ മനുഷ്യൻ പച്ച തെറി തന്നെയാണ് എന്നെ പറയുന്നത്. അതും പിന്നെ ബസ്സിലുള്ളവരുടെ വക തൊട്ടാതെയും മുട്ടാതെയും പോകണമെങ്കിൽ ബസ് വിളിച്ച് പോകണം, വേറെ വണ്ടി വിളിച്ച് പോകണം എന്നുള്ള ആർഗ്യുമെൻറ്റുകൾ വന്നു. അപ്പം ഞാൻ ബസ് നിർത്താൻ പറഞ്ഞപ്പോഴേക്ക് ഓരോ അവളുമാർ കയറും, എന്നിട്ട് മറ്റുള്ളവർ സമയം മെനക്കെടുത്താനൊക്കെ. അപ്പോൾ എല്ലാവരുടെ ഇതും കൂടെ ആയപ്പം ഭയങ്കരമായിട്ടുള്ള, അതായത് ആൺകൂട്ടങ്ങളുടെ ഉച്ചത്തിലുള്ള ശൗര്യമുള്ള വാക്കുകൾ കേട്ട് ഞാൻ പറഞ്ഞു, ബസ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ പോകുന്നതിനിടയിൽ ഞാൻ 2 പേരുടെ നമ്പർ, ഒരു പെൺകുട്ടിയുടെ നമ്പറും എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ നമ്പറും നമ്പറല്ല, പേരും അഡ്രസ്സും ഞാൻ എഴുതിയെടുത്തു. ബസ് അങ്ങ് എത്തുന്നവരെ ഇയാൾ എന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇയാൾ മാത്രമല്ല, പിന്നെ പരിഹാസങ്ങൾ വേറെ. അതിനുശേഷം ഞാൻ രാത്രിയിൽ വീട്ടിലെത്തി. പിന്നെ 7 മണിക്ക് വീട്ടിലെത്തിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം തന്നെ പരാതി എഴുതിയിട്ട് ഞാൻ അപ്പോഴേക്കും എഴുതി കഴിയുമ്പോഴേക്കും ഒരു 9-9:30 ആയിട്ടുണ്ടാവും. ഏകദേശം 10 മണിയോടടുത്ത്. വീട്ടിൽ ലാൻഡ് ഫോണില്ല. ഞാൻ എൻ്റെ ഇളയച്ചൻ്റെ വീട്ടിൽ പോയിട്ട് ഫോൺ ചെയ്തു. ഇവിടേക്ക്, അതായത് CI സാറിനെ വിളിച്ചു. കാരണം നമ്മളുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വൈകിയത് എന്നുള്ള ഉത്തരം എപ്പോഴും സ്ത്രീകൾ നേരിടുന്നതാണല്ലോ. എത്ര ഒരു മിനിറ്റ് വൈകിയാൽ അപ്പം തന്നെ എന്ന് പറയുന്ന അവസ്ഥ എന്നുള്ളതുകൊണ്ട് ഞാൻ CI സാറിനെ വിളിച്ചു. CI സാറിനെ വിളിച്ചപ്പം CI സാറ് പറഞ്ഞു, രാത്രിയിലാണ് വിളിച്ചത്. എടുത്തപാട് എന്താണ്? ഞാൻ പറഞ്ഞു, സാർ ഞാൻ വിനയാണ്, സാറേ എനിക്കൊരു കാര്യം പറയണം. എന്തോ? ഒരു മയവും ഇല്ലാതെയാണ് CI സാറ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ബസ്സിൽ നിന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് സാറേ, ഞാൻ വല്ലാതെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു. ഉടനെ തന്നെ CI പറഞ്ഞു, അതിന് എന്നെയാണ് വിളിച്ചത്, പോയി സ്റ്റേഷനിൽ പോയി പറയടോ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ടാക്കി. അപ്പോൾ അതിനുശേഷം ഞാൻ രാവിലെ ഒരു നിവൃത്തിയില്ലല്ലോ, അതിരാവിലെ തന്നെ 8 മണി ആയപ്പോഴേക്കും സ്റ്റേഷനിലെത്തി. ഡ്യൂട്ടിക്ക് പാകത്തിന് തന്നെ എത്തി. ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഈ പരാതി ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാറേ FIR ഇടണം എന്ന് പറഞ്ഞു. അന്നത്തെ SI ചാത്തുക്കുട്ടി സാറാണ്. അപ്പോൾ SI ഇത് നോക്കിയ ഉടനെ തന്നെ വായിച്ച്, എന്താ സ്ത്രീത്വത്തിന് ഭംഗം വന്നു എന്ന് ഭയങ്കരമായിട്ട് പുച്ഛിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, സാറേ കേസ് എടുക്കണമെന്ന് പറഞ്ഞു. കേസെടുക്കാനുള്ളതൊന്നും ഇതിലില്ല. ഞാൻ പറഞ്ഞു, കേസെടുക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിലുണ്ട് സാർ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, CI വരട്ടെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സമയം രാവിലെ 9 മണി കഴിഞ്ഞ് 10 മണി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ FIR ഇടാതെ പറ്റില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. വയർലെസ്സിൻ്റെ ആ സ്ഥലത്ത് ഒരു സ്റ്റൂളിൽ ഞാനിരുന്നു. ഞാൻ എഴുന്നേൽക്കില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ 10 മണിയായപ്പം 10 മണിയായിട്ടും FIR അല്ല, എൻ്റെ പരാതിയെ പറ്റിയൊരു ചർച്ച പോലുമില്ല. പരിഹാസങ്ങൾ മാത്രമാണ് സ്റ്റേഷനിൽ നിന്നും കേൾക്കുന്നത്. ഇനിയിപ്പോൾ എന്താ തൊടാതെ മുട്ടാതെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിഹാസങ്ങൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അനുഭവിച്ചു. അങ്ങനെ 11 മണിയായപ്പോഴാണ് CI സാർ വരുന്നത്. CI സാർ വന്നപാടന്നെ എന്നെ വിളിപ്പിച്ചു. അത് വെച്ച് SI സാർ പറഞ്ഞു തോന്നുന്നുണ്ട്, എന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ CIൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ CI സാറ് ചെന്ന ഉടനെ തന്നെ, താൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നല്ലോ, രാത്രി 10 മണിക്കൊക്കെ ആണല്ലോ ഒരു ഓഫീസറെ വിളിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്,
തനിക്കിങ്ങനെ പലരെയും വിളിച്ചിട്ട് നല്ല ശീലമായിരിക്കും, ആ ഗണത്തിൽ എന്നെ പെടുത്തരുത് എന്നാണ് സി എസ് ആർ എന്നോട് പറഞ്ഞത്. അപ്പം ഉണ്ടായ സംഭവം സി എസ് ആറിനോട് പറയാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ വന്ന് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, FIR ഇട്ടേ പറ്റൂ സാർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്നു. എന്തായാലും 12 മണിക്ക് FIR ഇട്ടു. അത് പിന്നെ കേസ് രജിസ്റ്റർ ചെയ്തു, പിന്നെ ഇൻവെസ്റ്റിഗേഷന് കൊടുത്തു. അനന്തരഫലമായിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ നടപടികളും ഒക്കെ തന്നെ ഞാൻ അത്രമാത്രം കുത്തുവാക്കുകൾ കേട്ടു. പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പറയാനുള്ളത്, ഇൻവെസ്റ്റിഗേഷൻ ഒരു കേസ് FIR ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം നടത്തുന്ന ആൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇത് ചെയ്യുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഞാൻ ആ സംഗതി ഉപേക്ഷിച്ചു. പക്ഷേ ആ 11 പേരെയാണ് ആ കേസിൽ വിസ്തരിച്ചത്. 11 പേര്. അതിലൊരു മാഷുണ്ടായിരുന്നു, നമ്പിക്കുല്ലി എങ്ങാനാണ് ആ മാഷ വീടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ പെൺകുട്ടി, പിന്നെ ബസ്സിലെ കണ്ടക്ടർ, ഡ്രൈവർ, പിന്നെ യാത്രക്കാരായ കുറേ പേര്, അങ്ങനെ മൊത്തം 11 പേരെ വിചാരണ ചെയ്തു. ഞാൻ 2012 ഞാൻ 12 13 ഞാൻ പോലീസ് അക്കാദമിയിൽ ജോലി ചെയ്യുന്ന കാലം എനിക്ക് കോടതിയിൽ നിന്നൊരു ഇത് വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വിചാരണയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് എനിക്കൊരു പേപ്പർ വരുന്നു കോടതിയിൽ നിന്ന്, എൻ്റെ കേസിൽ ശിക്ഷിച്ചു. അയാൾ 3 മാസം തടവിന് ശിക്ഷിച്ചു, 5000 രൂപ പിഴയും, അതിൽ 3000 രൂപ എനിക്ക് കോമ്പൻസേഷൻ കിട്ടി. അപ്പം ഇതാണ് ഇത്രയും അത്ര നേരത്തേക്കുണ്ടായിട്ടുള്ള അപമാനങ്ങൾ. ഏത് പെണ്ണാണ്, ആരാണ് പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത്? പരാതി കൊടുത്തവർക്ക് അപമാനമല്ലാതെ എന്താണ് ഉണ്ടായിട്ടുള്ളത്?